ഹലോ എവ്രി വൺ. സോ എന്റെ മക്കളെല്ലാവരും ബുക്കൊക്കെ പൂജയൊക്കെ ചെയ്ത് ഇപ്പൊ ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഫ്രഷ് ആയിട്ട് കിട്ടിയ ആ ഒരു ബുക്കിനെ അങ്ങോട്ട് മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്. എപ്പോഴും എന്റെ കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ മിസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബുക്കൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ നല്ലൊരു പുതു മണം ഉണ്ടായിരിക്കും അല്ലെ? ആ മണം മാറ്റിയാണ് ഒരു സ്റ്റുഡന്റിന്റെ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റുക? ആദ്യത്തെ പേജ് ഒരു കളിയാണ് ചെയ്യേണ്ടത്. അല്ല, ആ ബുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, എപ്പോഴും നമ്മുടെ ആ ഒരു ബുക്കിന്റെ പുതുമണം നമ്മൾ ഇല്ലാതെയാക്കണം. ആ മണം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ ഒരു ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ പൂജയ്ക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നല്ല അടിപൊളി മണമൊക്കെ ആയിട്ടാണ് നമ്മുടെ ബുക്ക് ഇരിക്കുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം മിസ് ഇത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, മക്കളെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ മുന്നിൽ കുറേ അധികം സമയം കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ ഒക്ടോബർ ആയിട്ടുണ്ട്. ഇനി ആകെ നമ്മുടെ മുന്നിൽ നവംബർ എന്ന് പറയുന്ന ഒരു മന്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മുന്നിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ കുറെ അധികം ഉണ്ട്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാം ടൈമിൽ ഓവർ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇപ്പൊ എക്സാം ടൈമിലാണ് നിങ്ങൾ എല്ലാവരും ചറവറാന്ന് പറഞ്ഞിട്ട് 5-6 ചാപ്റ്റർ പഠിക്കാനിരിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു സബ്ജക്ട് തീരെ ഇഷ്ടപ്പെടാതിരിക്കുക, പിന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ പഠിച്ചു പോവുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇപ്പൊ മുതൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം? ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതില് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സബ്ജക്ട് പഠിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ആണെങ്കിൽ കുറച്ചൊരു അരമണിക്കൂർ എന്ത് ചെയ്യണം? വേഗം തന്നെ ഒന്ന് പഠിക്കാൻ പോവാം. ഓക്കെ, ഇതൊരു ഹോബി ആക്കി മാറ്റണം. ഇപ്പൊ 2 ദിവസം ബുക്ക് പൂജയ്ക്ക് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു മടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ മടിയന്മാർ മല ചുമക്കും എന്നാണ് പറയുക. അപ്പൊ അവസാനം എല്ലാം കൂടി ചുമക്കുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യാം? ഈ മടിയൊക്കെ മാറ്റി വെച്ച്, മടി എന്ന് പറയുന്ന ഒരു സാധനത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വേഗം തന്നെ ബുക്കൊക്കെ എടുത്ത് നല്ല കുട്ടികളായിട്ട് പഠിക്കാം. നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളാണ് മിസ്സിനെ അറിയാം. അപ്പൊ ക്രിസ്മസ് എക്സാമിനും ഓണം എക്സാമിനേക്കാൾ ഡബിൾ മാർക്ക് നമ്മൾ എന്തായാലും സ്കോർ ചെയ്യണം. അതായത് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ എല്ലാവരും അടിപൊളിയാണെന്നുള്ള കാര്യം ആദ്യം മൈൻഡിൽ ഫിക്സ് ചെയ്യണം. അങ്ങനെ അടിപൊളിയാക്കണമെങ്കിൽ മടി എന്ന് പറയുന്ന കാര്യത്തിന് വേഗം തന്നെ ഒഴിവാക്കാം. ഓക്കെ, സോ ബുക്കൊക്കെ തുറന്ന് ഫ്രഷ് ആയിട്ട് തന്നെ പഠിക്കുക. ആ പുതുമണൊക്കെ എന്ത് മാറ്റുക, എന്നിട്ട് നല്ല കുട്ടികളായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും, പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു എക്സാമിനർ ചാനലിൽ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വീഡിയോസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചാപ്റ്റേഴ്സിൽ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസും ലൈവ് ക്ലാസ് ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? നല്ല കുട്ടികളായിട്ട് പഠിക്കാം. സോ എന്റെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.